അനധികൃത മദ്യവിൽപ്പന. ആലുവയിൽ യുവാവ് പിടിയിൽ. ഡ്രൈഡേ അനുബന്ധിച്ച് ആലുവ തോട്ടക്കാട്ടുകര മിനി മാർക്കറ്റിനുള്ളിൽ അനധികൃതമായി മദ്യക്കച്ചവടം നടത്തിയ കിഴക്കേ കടങ്ങല്ലൂർ കരയിൽ ചക്കാലകത്തൂട്ട് വീട്ടിൽ സക്കീർ ഹുസൈനെ ആലുവ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ കൈവശത്ത് നിന്ന് അനധികൃതമായി കണ്ടെടുത്ത 13 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കടത്താനുപയോഗിച്ച ഇരുചക്ര വാഹനവും പിടിച്ചെടുത്തു. ആലുവ എക്സൈസ് ഇൻസ്പെക്ടർ ജോമോൻ ജോർജും പാർട്ടിയും ചേർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ഇന്ന് ഡ്രൈഡേ ദിനമാണ്. ഈ ഡ്രൈഡേ ദിനത്തിന്റെ അന്ന് വ്യാപകമായ മദ്യവിൽപ്പന ഉണ്ടെന്നൊരു ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചിരുന്നു. DCXന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ അതിൽ ഒരു ഇൻഫർമേഷൻ വന്നു. അതനുസരിച്ച് നമ്മൾ അന്വേഷിക്കാൻ പോയി. അപ്പോൾ ഡ്രൈഡേ ദിനങ്ങളിലാണ് ഇദ്ദേഹം ഒരുപാട് മദ്യം വിൽക്കുന്നതും അതേപോലെ തന്നെ നഗറിൽ ശല്യം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവർ മദ്യപിച്ചുകൊണ്ട് ആളുകൾ വന്ന് അവിടെ ശല്യം ഉണ്ടാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധന നടത്തിയതിൽ നമുക്ക് 13 ലിറ്ററോളം മദ്യം അവിടെ നിന്ന് ലഭിക്കുകയും അതുപോലെ തന്നെ മദ്യം കടത്തിക്കൊണ്ട് അതായത് വിൽപ്പനയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വാഹനം, ഒരു സ്കൂട്ടി നമുക്ക് ലഭിക്കുകയും ഉണ്ടായി. ഇതിന്റെ തുടർന്വേഷണമായിട്ട് നമ്മൾ വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഡ്രൈഡേ ദിനങ്ങളിൽ ഇത് ഇങ്ങനെ മദ്യവിൽപ്പന വ്യാപകമാകുന്ന സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശോധനാ പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുനിൽകുമാർ SA, പ്രിവന്റീവ് ഓഫീസർ ജഗദീഷ് ഷോയെ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അമൃത് കരുൺ, ബേസിൽ കെ തോമസ്, അരുൺകുമാർ MK, അഖിൽലാൽ, നിതിൻ TG, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നീരജ വിശ്വനാഥും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ആലുവ.